മുന്നേ അവിടെ എന്റെ വണ്ടിക്ക് തീരെ മൈലേജ് കിട്ടുന്നില്ലടാ. കാരണം ആദ്യം കിട്ടുന്നതിനേക്കാളും പകുതി മൈലേജ് ഇപ്പോൾ കിട്ടുന്നുള്ളൂ. അതെല്ലാം ഇടയ്ക്കിടയ്ക്ക് ഒരു മിസ്സിംഗ് ഉണ്ട്. അത് എന്താണ് പ്രശ്നം? ഞാൻ അപ്പോൾ വർക്ക്ഷോപ്പിൽ കൊണ്ടിട്ട് കുറെ ടൂൺ ചെയ്ത് ഇപ്പം ഇല്ല, ടൂൺ ചെയ്യാനില്ല എന്നാ പറയുന്നത്. സംഭവം എന്താ, E20 പ്രശ്നം തന്നെ. E20 പറഞ്ഞു കഴിഞ്ഞാല് E20 കുറിച്ച് പറയുന്നതിന് മുമ്പ് നിന്റെ വാഹനം ഏതാ? 2011 മോഡല് പാഷൻ പ്രോ. അതൊന്നും ഈ പറഞ്ഞ E20 സപ്പോർട്ടീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ അതിൽ ക്യാപ്പബിൾ ആയിട്ടുള്ള വാഹനമല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വാഹനങ്ങൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2010 അല്ലെങ്കിൽ ഒരു 15 വരെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ E10 എന്ന് പറയും. E10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10% എഥനോൾ കലർന്നിട്ടുള്ള പെട്രോളുകളാണെന്ന് ആദ്യം വന്നിരുന്നത്. പക്ഷേ അതിനനുസരിച്ചുള്ള വാഹനങ്ങളാണ് അന്ന് ഇറങ്ങിക്കൊണ്ടിരുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നു 2023 ശേഷം തോന്നുന്നുണ്ടോ E20 പെട്രോളിന് സജ്ജീകരണമായിട്ടുള്ള വാഹനങ്ങൾ ഇറങ്ങാൻ തുടങ്ങിയത്. അപ്പോൾ പെട്രോൾ വാഹനം കൂടുതലും എനിക്ക് തോന്നുന്നു 2023 ശേഷമുള്ള വാഹനങ്ങൾ ഇനി എടുക്കാൻ ശ്രമിക്കുന്നതായിരിക്കും കുറച്ചുകൂടി. സെക്കൻഡ് വണ്ടി എടുക്കുമ്പോൾ ഏറ്റവും നല്ലത് എനിക്ക് തോന്നുന്നു 1 വർഷം പഴയത്. പക്ഷേ ഇപ്പോൾ ഇത് 2025 തീരാനായി. അപ്പോൾ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 2020, 2023 അല്ലെങ്കിൽ 23 ശേഷമോ ഉള്ള വാഹനങ്ങൾ ചൂസ് ചെയ്തായിരിക്കും കുറച്ചുകൂടി ബെസ്റ്റ്.